പുറത്തിരിക്കുക എപ്പൊ അച്ഛൻ വരെ അറിയില്ല. സൈക്കിളിന്റെ പൊക്കത്തിരിക്കുന്ന എടുത്ത് എന്താടാ നോക്ക്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് പിന്നെ ഒരു അൺബോക്സിംഗ് ഉള്ളത്. ഞാൻ നേരത്തെ അമ്മയ്ക്കൊരു ഷൂ മേടിച്ച് കൊടുത്തായിരുന്നു. അപ്പം ഇനി സ്വാഭാവികമാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ അച്ഛനൊരു ഷൂ മേടിച്ച് അത് ഓൾറെഡി ഞാൻ മേടിച്ചത് എത്തിക്കഴിഞ്ഞു. ഇനി ഡെലിവറി ചെയ്താൽ മാത്രം മതി. അച്ഛൻ കടയിലാണെന്ന് തോന്നുന്നു. നമുക്ക് കട വരെ കൊണ്ടുപോകണം. ഷൂ കൊണ്ട് അകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അല്ലെ അവിടെ ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെ തുറന്ന് കാണിച്ചിട്ട് പിന്നെ അച്ഛനോട് കൊടുക്കാം. എൻ്റെ റൂമിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുവാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാർട്ടി പോപ്പർ ഉപയോഗിക്കാത്തത്. വാക്യൂം ക്ലീനർ വല്ലതും മേടിക്കണം. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഷൂ കാണിച്ചു തരാം. സൂ 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 ആകിയ സൂ സൂ വന്നിരിക്കുകയാണ്. സൂ എവിടെ? ഇത്ര സെലോട്ടേപ്പ് എന്താ ഇത്? ആരെങ്കിലും ഇറക്കി തുറന്നായിരുന്ന കൂടുതൽ കീറുന്നില്ല. റിട്ടേൺ അടിക്കുന്ന പിന്നെ സെയിം ബോക്സ് വേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏത് കമ്പനിയാണെന്ന്? ഗസ്. അഡിഡാസ കമ്പനിയാണ്. അഡിഡാസ പുതിയതായിരിക്കണേ. തുറയടാ. ആ പുതിയതാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ സൈസ് വലുതായിരിക്കരുത്, കറക്റ്റ് സൈസ് ആയിരിക്കണേ. കുറച്ച് വണ്ണ കൂടുതലൊക്കെ തോന്നുന്നല്ലോ. കറക്റ്റാണ്. ഇങ്ങനെ നോക്കിയാൽ കറക്റ്റാണ്. ഇങ്ങനെ നോക്കിയാൽ നല്ലത്. അച്ഛനൊക്കെ പറ്റിയ ഷൂ തന്നെ. ഞാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് നോക്കിയത്. പക്ഷെ ഇപ്പം കണ്ടിട്ട് സ്റ്റൈലിഷ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റൈലിഷ് ആണ്. പുതിയ ഷൂയുടെ സ്മെല്ലുണ്ട്. അല്ല പിന്നെ ഇത് വാങ്ങാത്തൊരു സ്മെല്ലായിരിക്കും. ടോർഷൻ സിസ്റ്റം എന്തൊക്കെയെന്ന് പറഞ്ഞാൽ പോലും കിടുവായിരിക്കും. അപ്പോൾ അച്ഛനെ കൊണ്ട് നമുക്ക് സർപ്രൈസ് ചെയ്യാം ആയിട്ട്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും അമ്മയുടെ ഷൂവിൻ്റെ അത്ര വന്നിട്ടില്ല. ഇത് എൻ്റെ ഷൂവിൻ്റെ അത്ര സെയിം പ്രൈസാണ്. അല്ല, സൈക്കിളിൽ പോകേണ്ടി വരും, വണ്ടിയൊന്നും ഇല്ല. ചെയറിൻ്റെ വീഡിയോ ഇന്ന് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒരു ക്യാമറയും കൂടി ഞാൻ വാടകയ്ക്ക് എടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 2 ക്യാമറ വെച്ച് നമുക്ക് പ്രൊഫഷണൽ ഒന്ന് കയറ്റി പിടിക്കാം. കുറച്ച് 2 ക്യാമറനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഫുട്ടേജ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിന് ഒരു പുതിയൊരു ക്യാമറ കൂടെ ഉണ്ട്. അത് മേടിക്കാൻ 2-4 ലക്ഷം ആ ക്യാമറയ്ക്ക്. ഞാൻ വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വാടകയ്ക്ക് എടുത്ത് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടൊക്കെ നോക്കട്ടെ. ആയിട്ട് പിന്നെ എപ്പോൾ എൻ്റെ കയ്യിൽ പൊട്ടി മുളച്ചിങ്ങനെ പൈസ വരും അപ്പോൾ നമുക്കത് മേടിക്കും. A7S3 ആയിട്ടാണ്. അതിൻ്റെ ബോഡിക്ക് 2.25 ലക്ഷവും പിന്നെ ക്യാമറയ്ക്ക് 1 ലക്ഷം, ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ ക്യാമറ സിസ്റ്റം. അത് നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ എടുക്കാം. അമ്മേനെ ഇവിടെ കാണാം, പക്ഷെ അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛനിവിടെ ഇല്ല. അച്ഛനില്ലേ? ഇതൊക്കെ അടച്ചു കിടക്കുന്നു. ഇല്ല ഇവിടെ. ഈ സാരി പോകുന്ന ഇവിടെ പോകുന്നുണ്ട്. സെറ്റ് സാരിയാണോ? ഞാൻ പുറത്തിരിക്കുക എപ്പോൾ അച്ഛൻ വരെന്ന് അറിയത്തില്ല. ഷൂ ആണെ വെയിലത്തിരിക്കുന്നു. മാറ്റി വെക്കണം. മാറ്റി വെച്ചേക്കാം. ഇവിടെ ഇരിക്കട്ടെ. അച്ഛനെപ്പോ വരും? അറിയില്ല. ആ കൊള്ളാം. ഈ ലൈറ്റിന് എന്ത് പറ്റി? ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല പൊക്കത്ത് വരണം. ബാക്കി 3 ഇട്ട് ഇതിലാകെ. ഇതാ ഇങ്ങനെ വന്ന് ഒരേ പണി തന്നോണ്ടിരിക്കും ഇവിടെ ഇരുന്നിട്ടല്ലേ? അയ്യോ, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും പണിയാ. കൊള്ളാം. പിടിക്കാനേ പറ്റില്ല. ഇങ്ങനത്തെ ബിസിനസ് ചെയ്യായിരിക്കും. അതിന്റെ അച്ഛൻ പറയുന്നത് കറക്റ്റ്. അതിന്റെ മകൻ അത് മകനും പറഞ്ഞു. അച്ഛന്റെ അതേ ഡയലോഗ് മകൻ പറഞ്ഞു. ഇതും കൂടി കൊള്ളല്ലേ? ഞാൻ പോട്ടെ. അച്ഛൻ വീട്ടിലാണെന്ന് പറയാം. അപ്പൊ ഞാൻ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയത്. എന്താന്ന് കാണണ്ടേ അമ്മയ്ക്ക്? അച്ഛൻ വരുന്നില്ലല്ലോ. അമ്മയ്ക്ക് കാണണ്ടേ? അപ്പൊ ജോലി കുറച്ചു നേരത്തേക്ക് ഒന്ന് വെക്കമ്മേ. ആ ബോക്സ് നോക്ക എന്ത് വന്ന് നമ്മളത് തൊടാൻ വന്നപ്പോ ഓടിച്ചു വിട്ട്. എന്ത് പറ്റി? തുറയമ്മേ. എടാ നീ ഇത്രയും നേരം അച്ഛനെ നോക്കി നിന്നപ്പോ നിനക്ക് അച്ഛനെ കിട്ടുന്നില്ല. അച്ഛനെ കിട്ടാത്തപ്പോ ഇപ്പൊ അമ്മ തുറയുന്നു. ഇത്രയും നേരം നീ തുറക്കാൻ തന്നല്ലേ? തുറ. എന്ത് പറ്റി? അച്ഛനെ കിട്ടിയില്ലേ മോനു? എന്ത് മോനു തുറക്കടേ? നീ അച്ഛന് സർപ്രൈസ് കൊടുക്കാതെ നിന്നപ്പോ എന്ത് പറ്റി? പാവം. അച്ഛൻ ഓർത്തിരിക്കുന്നത് എന്നാന്നറിയാമോ? നിനക്ക് വേറെ ആർക്കെങ്കിലും വന്ന സാധനമാണെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ കൊണ്ട് ഇട്ടേച്ചു. അപ്പൊ തുറക്കുമ്പോ സമയത്ത് തന്നെ ആൾക്കാർ കടയിൽ വന്നതുകൊണ്ട് ഇപ്പൊ ഇത് എങ്ങനെ ഉണ്ടെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞമ്മ. എന്നാലും വീട്ടിൽ കൊണ്ടുപോവാ. ഇവനെ എപ്പോഴും പറയുന്നത് ഇവൻ ആ ചെറിയവന്റെ വലിയ വേർഷനാണ്. ആ ഓറഞ്ച് എല്ലാം മാറ്റി കഴിഞ്ഞാൽ അവരടക്കം ഇരിക്കും. ഞാൻ വീട്ടിൽ വന്ന് അത് ഓബ്വിയസ് ആയിരിക്കും. അച്ഛനെ വിളിക്കട്ടെ. ഇങ്ങോട്ടോ. ഞാൻ ആ സൈക്കിളിന്റെ പൊക്കത്തിരിക്കുന്ന എടുത്ത് എന്താടാ നോക്ക്. ഷൂ. ആ അച്ഛന്
അത് 9 പറ്റത്തില്ല അച്ഛന്. എനിക്ക് 8 പറ്റുള്ളൂ. അത് ഇട്ട് നോക്കാം ആദ്യം. 8 കഴിഞ്ഞിട്ട് ഷൂ വലുതായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അതിന്റെ അകത്ത്. അത് ഇട്ട് നോക്ക്. മൂന്നേ കുത്തി വീഴും, കാലിനും ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഇട്ട് നോക്ക്, ചിലപ്പോ കറക്റ്റ് ആയിരിക്കും. പ്രശ്നമുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടാഗ് ഒട്ടിക്കണ്ട അച്ഛൻ, ഇട്ട് നോക്ക്. ടാഗ് ഇല്ലാത്ത ഷൂ ഇട്ട് നോക്ക്. എനിക്ക് പറ്റിയത് ഞാൻ പറഞ്ഞില്ല. വേണ്ട, അത് ഷൂല് വെച്ചിട്ടാ കറക്റ്റ് ആകത്തില്ലേ? ഇല്ലെന്ന് ഇവിടെ ഇവിടെ ഓടി നടക്കണം. ഇത് കണ്ട പറഞ്ഞ മനസ്സിലായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആ ഷൂ പിന്നെ റിട്ടേൺ അടിക്കണം. കൊള്ളാം. അത് ചോദിച്ചേക്കായിരുന്നു എനിക്ക് സൈസ് എത്രയായിരുന്നെന്ന്. ഞാൻ 8 നമ്പർ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. നമ്പർ എന്റെ കാല് 10 നമ്പറാ. അപ്പൊ ഞാൻ വിചാരിച്ചു 9 നമ്പർ ആയിരിക്കും. നിങ്ങളുടെയൊക്കെ കാല് കയറുന്നതാണ്, അതാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നും താഴെ കൊണ്ട് റിട്ടേൺ അടിക്കട്ടെ. ഷൂ അങ്ങനെ ഉണ്ട്. എന്ത് വില ഇത്? അത് അതിന് കുറച്ച് വില ഉണ്ട്. കുറച്ച് വിലയാണെന്ന് ഇതിന് മാത്രം വിലയുള്ള ഇപ്പൊ മേടിച്ചതിന് വയസ്സാം കാലത്ത്. വയസ്സാം കാലത്തൊന്നും പറഞ്ഞ എന്താണ്? പിന്നെയും തിരിച്ച് അതിനകത്ത് ഇട്ടുണ്ട് ചെയ്യാൻ. കൊള്ളാം. ഞാൻ കണ്ട ഇങ്ങോട്ട് വാ. എനിക്ക് തരാൻ പാട്, എന്നിട്ട് ഞാൻ തരുവാണെങ്കിൽ മോങ്ങുന്നോണ്ട് മാത്രം. എന്താ അറിയാ ഇത്? കഴിക്കത്തില്ലടാ നീ? കഴിക്കും. ഇത് നിനക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റാ കേട്ടാ. ബാക്കിയുള്ളവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. കിറുക്കി കഴിച്ച് അവൾക്ക് വേണമെന്നോ നിങ്ങൾ കഴിക്കും. ഇനി ഞാൻ തന്ന് വഷളാക്കിയെന്ന് പറയരുത് കേട്ടോ ആൾക്കാരൊക്കെ. ഇന്ന് അച്ഛനാണ് ഫുഡ് ഉണ്ടാക്കിയത്. ഞാൻ കറി ഉണ്ടാക്കാനല്ല, ഫ്രൈ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അച്ഛൻ ഫ്രൈ ആക്കി, അല്ല കറിയാക്കി. ഫ്രൈ ഇനി വേറെ ഇതാക്കേണ്ടി വരും തോന്നുന്നു. ഇതെന്തായാലും ഫ്രൈ ആക്കണം. കേസ് കുറേയൊക്കെ എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഞാൻ ഈ ചിക്കൻ കഴിക്കാതിരിക്കുമായിരുന്നു. അച്ഛൻ മോസ്റ്റ്ലി കുറേ എണ്ണ ഇടുന്നൊരു ടേസ്റ്റ് കാണും, ഹെൽത്തി അല്ലെങ്കിലും. ഇതിനകത്ത് കുറേ എണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ കരിഞ്ഞു പോയി. ഇത് കരിഞ്ഞിട്ടില്ല, ഇതിൻ്റെ അടിയിൽ നിന്ന് കരിഞ്ഞ്. അപ്പോൾ പിന്നെ ഏകദേശം കരിഞ്ഞൊരു ചൊവയാണ് ഫുള്ള് വേണ്ടിയിരിക്കുന്നു. ഇനി കരിഞ്ഞ ചൊവ ഞാൻ കഴിക്കാം. നീ എന്ത് ചെയ്യാം? വേറൊരു മാർഗ്ഗമില്ല. എന്നാലും കഴിക്കട്ടെ, പൈസ കൊടുത്തതല്ലേ. പ്രോട്ടീനാണ്, ടേസ്റ്റ് ഇല്ലെങ്കിൽ. അമ്മ വിളിക്കുന്നു. കടവ് അടയ്ക്കണം. അമ്മ ഇപ്പോൾ അടയ്ക്കണമെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ചയില്ല, അപ്പോൾ നേരത്തെ അടയ്ക്കും. കടവ് അടയ്ക്കണം. പിന്നെ മറ്റേ ആ ഷൂവിൻ്റെ അവിടെ വെക്കണം. അവിടെ നിന്ന് റിട്ടേൺ മേടിക്കുന്നത്. പോവാം. ഇതിവിടെ വെച്ചോ. ഇന്ന് അച്ഛൻ്റെ ഷൂ. എന്ത് പറ്റി? എന്ത് പറ്റിന്ന് വെച്ചാൽ മണ്ണ് പറ്റി. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടുന്നതൊന്നും ഇല്ല. ആൾക്കാർ വരുന്നത്. അത് 8 സൈസാ വേണ്ട. നാളെ റിട്ടേൺ അടിച്ചോണം കേട്ടോ. ഡെയിലി റിട്ടേൺ അടിച്ചിട്ടിരുന്ന കസ്റ്റമർ പോയി. അപ്പൊ എന്തോ പറയാൻ വന്നത്, അച്ഛന്റെ ഷൂ ആയിട്ടാ. നാളെ റിട്ടേൺ അടിച്ചോണം. എല്ലാം ഒടുക്ക. എപ്പോ വന്നാലും തിരക്കാണല്ല, സംസാരം പോലും ഇല്ല. എസി ഓണാക്ക. അമ്മയുടെ റിമോട്ട്. അമ്മ എന്നെ കടയടക്കാൻ വിളിച്ചിട്ട് അമ്മേനെ കടയടക്കാത്ത. ക്ലോസ് ചെയ്ത് ഞാനത് അടച്ചു പറക്കത്. ഇത് കവറിലാക്കണം. ഞാൻ അപ്പുറത്ത് ക്ലോസ് ചെയ്തിട്ട് വാ. അച്ഛൻ ആ ചിക്കൻ കരി ചെറിയ എന്ത് ചെയ്ത് അച്ഛനാ കുറെ എണ്ണയ്ക്ക് അതിട്ട് വറുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ കരിയുടെ ഒരു സ്മെല്ലായിരുന്നു ഫുള്ള്. അറിയാത്ത വിലക്ക് എന്തിനാടാ പോയത്? വെറുതെ കുക്കറിലിട്ട് വേവിപ്പിക്കായിരുന്നു. കുക്കറിലിട്ടൊക്കെ അച്ഛൻ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വറുത്തപ്പോഴുള്ള അത് കഴിഞ്ഞ് വറുക്കുന്നത്. കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞ പിന്നെ വറുത്തുകൂടാ. ഞാൻ വറുക്കാനാ പറഞ്ഞത്. അച്ഛൻ വറുത്തും കറിവെക്കും എല്ലാവരും കോമ്പിനേഷൻ ആയിരുന്നു. കൊള്ളിയല കഴിച്ചാ? ഞാൻ കഴിച്ചു, പൈസ കൊടുത്തതല്ലേ. എന്തായാലും മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല. 2 കിലോ ഉണ്ടാക്കിയുള്ളൂ. ഇനി 2 കിലോ ഉണ്ട്. നിങ്ങള് രണ്ടുപേരൊക്കെ ഓരോതൊക്കെ തന്നെ പറഞ്ഞ ഇടക്കിടക്ക് എന്നോട് എന്റെ ഡയറ്റ് തുടങ്ങി. വലിയ തൃപ്തിയില്ലാത്ത ആഹാരം ഇടക്കിടക്ക്. തൃപ്തിയില്ലാത്ത ആഹാരം എന്ന് പറയുന്നത് ചിക്കൻ വാങ്ങിട്ട് വന്ന. വേണ്ട നീ എക്സ്പ്ലനേഷൻ വേണ്ട. കടയിടക്ക് വേണ്ട. കേൾക്കണ്ടിരിക്കും. ഇതില്ലാതെ ഞാൻ നട്ട് കളിപ്പിക്കാൻ പറ്റില്ല. ഒരു സാധനം ഇല്ലാതെ ചിക്കൻ വന്ന് എങ്ങനെ കറി വെക്കും? ശരി, മാജിക് ഉണ്ടാവനെ. മാജിക് ഇല്ല. ഇപ്പൊ കടയടക്കി ഇതെല്ലാം അടച്ച് വെച്ചാ അമ്മ എന്തോ പറയുന്നു. ആ കളർ വെക്കാനാ ഞാൻ. അയ്യേ, ഒന്നും കൊട്ടും കൊള്ളാതില്ല. എവിടെ ഈ കളറാ? അയ്യേ, ഒട്ടും കൊള്ളാതില്ല. വേറെ പണിയില്ല. അതിനെക്കാളും കുറച്ച് ചെറിയൊരു കളറ്.
അതെന്താ ഫുൾ ചുമപ്പിച്ച് വെച്ചിരിക്കുന്നു. അവന് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ടായിരിക്കും. വരത്തില്ല. ഇത് തിളങ്ങുന്ന അവന്റെ മുടി കിടന്നിട്ട്. ആ കളർ വെച്ചാൽ നല്ലതാണ്. അമ്മ ചെറിയൊരു ഇത്, ഒരു ബ്രൗൺ, ചെറിയ ബ്രൗൺ ആ ഉദ്ദേശിക്കുന്നത്. ചെറിയ ബ്രൗൺ ആർക്കാ വെക്കാൻ മേലാത്തത്? വെക്കുമ്പോ വെറൈറ്റി ആയിട്ട് വെക്കണം. വെക്കുമ്പോ വെറൈറ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കണ്ട എനിക്ക്. കോമാളി ലുക്ക് അത്. ഇയാൾക്ക് പേടിയാണ്. ഒന്ന് മനസ്സിലാക്ക്, ഇപ്പൊ വെക്കാൻ പറ്റിയെങ്കിൽ പറ്റും. കുറച്ചുകൂടെ ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുക. അന്നേരമാണ് കോമാളി ലുക്ക്. ഇപ്പൊ ചെയ്താൽ നല്ലതായിരിക്കും. കണ്ടാ നീ മരിച്ചു പോയടാ. മാങ്ങോട്ട് ഇരുന്ന് കേട്ടോ ഇവിടെ. ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചില്ലേ ഇവന്മാര്. ഇനി വെള്ളം എടുത്തോണ്ട് വരേണ്ടി വരുമല്ലേ. കണ്ടാ നീ പോയി വെള്ളം എടുക്കുക. ഞാൻ വെള്ളം മേടിക്കാൻ പോയതായിട്ട് വലിയ ഡ്രമ്മിലും വെള്ളം ഇറക്കാൻ പോകണം. എൻ്റെ സൗണ്ട് എന്തുകൊണ്ട് കൊണ്ടാക്കി ഞാൻ റീറ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്ത് തീർക്കണം. നാളെ ഞാൻ ചേറിൻ്റെ വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു ഫുഡ് ചാലഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു വണ്ടി കൊടുക്കുന്ന ഒരു വീഡിയോ കൊണ്ടിടാം. പെട്ടെന്ന് ചെയ്യണം. ഇതിനൊക്കെ പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൈസ ഉണ്ടാക്കിയാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. നമ്മൾ പൈസ ഉണ്ടാക്കും. ഫുഡ് വേണം. എൻ്റെ ബാഗ് കീറാതെ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അത്താഴ പട്ടിണിക്കാരുണ്ടോ കുറേ പേരുണ്ടല്ലോ ഇന്ന്. അത്താഴം ഇത്രയൊക്കെ ഉണ്ടോ പട്ടിണിക്ക് വേണ്ടി. അപ്പം അച്ഛൻ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇനി വീട്ടിലത്തെ വെള്ളം എടുക്കട്ടെ. എൻ്റെ വെള്ളം എടുക്കും. ഡെയിലി വെള്ളം പരിപാടിയാണല്ലോ ഇവിടെ. 2 ക്യാനും കൊണ്ടു തിരിയണം. ഇതെന്താണ് നടക്കുന്നത്? പാഷൻ ഫ്രൂട്ടാ? താർക്ക? സ്വന്തം കയ്യിരിക്കുന്നത് അച്ഛനാ നമ്മുടെ ഫുഡിങ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? എടാ അതെന്തുവാടാ കണ്ണു കാണാൻ ബുദ്ധി ഇരിക്കുന്നു.